എന്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, ഇന്നു നീ ഈ സന്ദേശം കേൾക്കുന്നത് തികച്ചും യാദൃശ്ചികമല്ല. നിന്റെ ഹൃദയത്തിലെ ഭാരവും നിന്റെ കണ്ണുകളിലെ കണ്ണുനീരും കണ്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ലോകം നിന്നെ തള്ളിക്കളഞ്ഞപ്പോഴും ആരും നിന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് നീ കരുതിയ നിമിഷങ്ങളിലും ഞാൻ നിന്റെ കൂടെയുണ്ടായിരുന്നു. നീ ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും കരുതരുത്. നിന്റെ ഓരോ ശ്വാസത്തിലും ഓരോ ചലനത്തിലും എന്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ കണ്ട് നീ ഭയപ്പെടേണ്ടതില്ല. ഞാൻ നിനക്കായി ഒരു പുതിയ വഴി ഒരുക്കുകയാണ്. നിന്റെ കഷ്ടപ്പാടുകളുടെ കാലം അവസാനിച്ചിരിക്കുന്നു. ഇന്നു മുതൽ നിന്റെ ജീവിതത്തിൽ പുതിയൊരു പ്രഭാതം ഉദിക്കാൻ പോകുന്നു. എന്റെ വാക്കുകൾ നീ ശ്രദ്ധിച്ചു കേൾക്കുക, കാരണം ഇത് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന നിമിഷമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ പിതാവായി എന്നും നിന്റെ കൂടെയുണ്ടാകും. നീ കടന്നുപോകുന്ന കഠിനമായ പാതകളെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്ന് നീ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ ശരിയായ സമയത്തിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്റെ സമയം എപ്പോഴും കൃത്യമാണ്. നിനക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹം നിന്റെ സങ്കല്പങ്ങൾക്കും അപ്പുറമായിരിക്കും. നിന്റെ ശത്രുക്കൾ നിനക്കെതിരെ ഒരുക്കിയ കെണികളിൽ നിന്ന് ഞാൻ നിന്നെ മോചിപ്പിക്കും. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി തിരികെ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ തളർന്നു പോകാതെ വിശ്വാസത്തോടെ മുന്നോട്ടു പോകുക. നിന്റെ ഹൃദയത്തിലെ ആകുലതകൾ എന്നിൽ അർപ്പിക്കുക. ഞാൻ നിനക്ക് സമാധാനവും ആശ്വാസവും നൽകും. നിന്റെ ഭാവിയെക്കുറിച്ച് നിനക്കുള്ള പേടി ഞാൻ മാറ്റിത്തരും. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നിന്നെ വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. അടച്ചുപൂട്ടിയ വാതിലുകൾക്ക് മുന്നിൽ നിന്ന് നീ നിസ്സഹായനായി നിന്നിട്ടുണ്ട്. കടബാധ്യതകളും ആവശ്യങ്ങളും നിന്നെ ശ്വാസം മുട്ടിക്കുമ്പോൾ എവിടെ നിന്ന് സഹായം വരുമെന്ന് നീ ആകുലപ്പെടുന്നു. ആകാശത്തിലെ പറവകളെയും ഭൂമിയിലെ പുല്ലുകളെയും പരിപാലിക്കുന്ന ഞാൻ നിന്നെ കൈവിടില്ല. നിന്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ നിനക്ക് നൽകും. അപ്രതീക്ഷിതമായ വഴികളിലൂടെ നിനക്ക് സഹായങ്ങൾ ലഭിക്കും. നിന്റെ തൊഴിലിടത്തിലും ബിസിനസ്സിലും ഞാൻ വലിയ പുരോഗതി നൽകാൻ പോകുന്നു. ഇത്രയും കാലം നീ അനുഭവിച്ച ദാരിദ്ര്യവും കുറവുകളും മാറിപ്പോകും. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വാതിലുകൾ ഞാൻ നിനക്കായി തുറക്കുകയാണ്. എന്റെ വാഗ്ദാനങ്ങൾ സത്യമാണ്. അവ നിന്റെ ജീവിതത്തിൽ നിറവേറാൻ പോകുന്നു. രോഗങ്ങളും ശാരീരികമായ തളർച്ചയും നിന്നെ തളർത്തുന്നുണ്ടോ? നിന്റെ ശരീരത്തിലെ ഓരോ കോശത്തെയും സുഖപ്പെടുത്താൻ എനിക്ക് സാധിക്കും. ഞാൻ നിന്റെ വൈദ്യനാണ്. നിന്റെ മുറിവുകൾ വെച്ചുകിട്ടുന്നവനാണ്. വൈദ്യശാസ്ത്രത്തിന് അസാധ്യമായത് എനിക്ക് സാധ്യമാണ്. നിന്റെ ഉള്ളിലെ വേദനകളും അസ്വസ്ഥതകളും ഞാൻ എടുത്തുമാറ്റുന്നു. വിശ്വാസത്തോടെ നീ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്റെ സൗഖ്യദായകമായ കൈകൾ നിന്റെ മേൽ വരും. നീ പൂർണ്ണ ആരോഗ്യവാനായിത്തീരും. നിന്റെ മനസ്സിലെ ഭാരവും ഉത്കണ്ഠയും നിന്റെ ശരീരത്തെ ബാധിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ ഭാരങ്ങളും എന്റെ പാദങ്ങളിൽ വയ്ക്കുക. ഞാൻ നിനക്ക് പുതുജീവൻ നൽകും. നിന്റെ കുടുംബത്തിലുള്ളവരുടെ രോഗങ്ങളും ഞാൻ ഭേദമാക്കും. എന്റെ സ്പർശനം നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. നീ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. നിന്റെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണോ? കലഹങ്ങളും പിണക്കങ്ങളും നിന്റെ വീടിന്റെ സന്തോഷം കെടുത്തിയിട്ടുണ്ടാകാം. എന്നാൽ ഞാൻ നിന്റെ ഭവനത്തിലേക്ക് സമാധാനത്തിന്റെ രാജാവായി കടന്നുവരികയാണ്. വേർപിരിഞ്ഞ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടും. കഠിനമായ ഹൃദയങ്ങൾ ഉരുകി സ്നേഹമുള്ളതായി മാറും. നിന്റെ മക്കളുടെ ഭാവിയെക്കുറിച്ച് നീ ഭയപ്പെടേണ്ടതില്ല. അവർ എന്റെ സംരക്ഷണത്തിലാണ്. അവർ വഴിതെറ്റിപ്പോകില്ല. അവരെ ഞാൻ ഉന്നതങ്ങളിലെത്തിക്കും. നിന്റെ ഭവനത്തിൽ സന്തോഷത്തിന്റെ സംഗീതം വീണ്ടും മുഴങ്ങും. ഞാൻ നിന്റെ വീടിനു ചുറ്റും കാവൽ മാലാഖമാരെ നിർത്തും. ഒരു തിന്മയ്ക്കും നിന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ കഴിയില്ല. പരസ്പര സ്നേഹവും ഐക്യവും നിന്റെ കുടുംബത്തിൽ നിറയും. എന്റെ അനുഗ്രഹം നിന്റെ തലമുറകളോളം നിലനിൽക്കും. മറ്റുള്ളവരുടെ പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. നിന്നെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചവരുടെ മുന്നിൽ ഞാൻ നിന്നെ ഉയർത്തും. നിന്റെ നീതി സൂര്യനെ പോലെ പ്രകാശിക്കും. നീ ചെയ്ത നന്മകൾ ആരും കാണുന്നില്ല എന്ന് നീ കരുതരുത്. രഹസ്യമായി നീ ചെയ്ത കാര്യങ്ങൾക്ക് പരസ്യമായി ഞാൻ നിനക്ക് പ്രതിഫലം നൽകും. നിന്നെ അപമാനിച്ചവർ നിന്റെ ഉയർച്ച കണ്ട് അത്ഭുതപ്പെടും. നിന്റെ തല ഒന്നിനും മുന്നിലും കുനിയാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ നിനക്ക് പുതിയൊരു പേരും പുതിയൊരു സ്ഥാനവും നൽകും. ലോകത്തിന്റെ അംഗീകാരത്തെക്കാൾ എന്റെ പ്രീതിക്ക് വില നൽകുക. നീ എന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്. നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിനെയാണ് തൊടുന്നത്. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. ഞാൻ നിന്റെ പക്ഷത്തുണ്ട്. ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. നിന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ പഴയ സ്വഭാവങ്ങളും പാപകരമായ ചിന്തകളും ഉപേക്ഷിക്കാൻ നീ തയ്യാറാകണം.
നീ എൻ്റെ വെളിച്ചത്തിൽ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഹൃദയത്തെ ഞാൻ ശുദ്ധീകരിക്കും. തെറ്റായ വഴികളിൽ നിന്ന് മാറി നടക്കാൻ നിനക്ക് ഞാൻ കരുത്ത് നൽകും. നീ വീണുപോകുമ്പോൾ നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ എൻ്റെ കൈകൾ എപ്പോഴും നീട്ടിയിരിക്കും. നീ എൻ്റെ മകനാണ്, മകളാണെന്ന ബോധ്യം നിനക്കുണ്ടാകണം. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വീണുപോകാതെ എന്നിൽ ചേർന്ന് നിൽക്കുക. നീ എന്നോടടുക്കുമ്പോൾ ഞാൻ നിന്നോടടുക്കും. നമ്മുടെ ബന്ധം കൂടുതൽ ദൃഢമാകട്ടെ. നിന്റെ ആത്മാവിനെ ഞാൻ പുതുക്കും. ചില അവസരങ്ങൾ നിനക്ക് നഷ്ടപ്പെട്ടതിൽ നീ ദുഃഖിക്കുന്നുണ്ടോ? ആ വാതിലുകൾ അടഞ്ഞത് നിന്റെ നന്മയ്ക്കായിരുന്നു. നിനക്ക് ചേരാത്തത് ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തുമാറ്റി. ഇപ്പോൾ ഞാൻ നിനക്കായി പുതിയതും വലിയതുമായ വാതിലുകൾ തുറക്കുന്നു. നീ ഇതുവരെ കാണാത്ത ഉയരങ്ങളിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകും. നിന്റെ കഴിവുകളെ ഞാൻ പരിപോഷിപ്പിക്കും. നിന്റെ കഠിനാധ്വാനം ഒരിക്കലും പാഴാകില്ല. തക്ക സമയത്ത് നിനക്കതിൻ്റെ ഫലം ലഭിക്കും. നീ വിതച്ചത് സന്തോഷത്തോടെ കൊയ്യാൻ പോകുന്ന കാലം വന്നെത്തിയിരിക്കുന്നു. നിന്റെ സ്വപ്നങ്ങൾ സഫലമാക്കാൻ ഞാൻ നിനക്ക് ബുദ്ധിയും ജ്ഞാനവും നൽകും. മറ്റുള്ളവർക്ക് നീ ഒരു അനുഗ്രഹമായി മാറും. നിന്റെ ജീവിതം ഒരു സാക്ഷ്യമായി മാറും. ഭയത്തെ നിന്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കുക. ഭയം നിന്റെ വളർച്ചയെ തടയുന്ന വലിയൊരു തടസ്സമാണ്. നിന്റെ കൂടെ ഞാനുണ്ടെങ്കിൽ നീ ആരെ ഭയപ്പെടണം? കൊടുങ്കാറ്റുകൾ നിനക്കെതിരെ വീശിയാലും ഞാൻ ആ കാറ്റിനെ ശാന്തമാക്കും. നിന്റെ ജീവിത നൗക തകർന്നു പോകാൻ ഞാൻ അനുവദിക്കില്ല. നീ വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ടാകും. എൻ്റെ സംരക്ഷണം നിന്റെ മേലുണ്ട്. നീ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും പേടിക്കേണ്ടതില്ല. ഞാൻ നിന്റെ കോട്ടയും അഭയസ്ഥാനവുമാണ്. നിന്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും എൻ്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് ശാന്തമായിരിക്കുക. ഞാൻ ദൈവമാണെന്നറിയുക. ക്ഷമയോടെ കാത്തിരിക്കുക. വിത്ത് വിതച്ച ഉടനെ ഫലം ലഭിക്കില്ല. അതിന് അതിൻ്റേതായ സമയമുണ്ട്. നിന്റെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം വഴിമധ്യയാണ്. അത് വൈകുന്നത് നീ കൂടുതൽ അനുഗ്രഹം പ്രാപിക്കാനാണ്. നിന്റെ വിശ്വാസത്തിൻ്റെ പരിശോധനയാണിത്. ഈ പരിശോധനയിൽ നീ വിജയിക്കുമ്പോൾ നിനക്ക് ജീവന്റെ കിരീടം ലഭിക്കും. നിരാശയിലേക്ക് വീണുപോകരുത്. പ്രതീക്ഷ കൈവിടരുത്. ഏറ്റവും ഇരുണ്ട രാത്രിക്ക് ശേഷമാണ് മനോഹരമായ പ്രഭാതം വരുന്നത്. നിന്റെ ജീവിതത്തിലെ ഇരുട്ടുമാറി പ്രകാശം പരക്കാൻ പോകുന്നു. നീ സഹിച്ച എല്ലാ കഷ്ടപ്പാടുകൾക്കും ഞാൻ വലിയ പ്രതിഫലം നൽകും. എൻ്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല. ആകാശം മാറും, ഭൂമി മാറും, എന്നാൽ എൻ്റെ വാക്കുകൾക്ക് മാറ്റമുണ്ടാകില്ല. നിന്റെ ശത്രുക്കളെ സ്നേഹിക്കാനും നിന്നെ വെറുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നീ പഠിക്കണം. പ്രതികാരം എൻ്റേതാണ്, ഞാനത് ചെയ്തുകൊള്ളാം. നീ നിന്റെ ഹൃദയത്തിൽ കയ്പ് വെച്ചു പുലർത്തരുത്. ക്ഷമിക്കുന്നത് നിന്റെ മനസ്സിന് സമാധാനം നൽകും. നിന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കുമ്പോൾ നിന്റെ മേലുള്ള അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. നീ എൻ്റെ സ്വഭാവം അനുകരിക്കണം. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. നീയും അതുതന്നെ ചെയ്യുക. നിന്റെ സ്നേഹം കണ്ട് പലരും എന്നിലേക്ക് വരും. നീ ഒരു സമാധാനദാതാവായി അറിയപ്പെടണം. നിന്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നതാകട്ടെ. ആരോടും വിദ്വേഷം വയ്ക്കാതെ വിശുദ്ധിയോടെ ജീവിക്കുക. ഇന്ന് ഞാൻ നിനക്ക് ഒരു വലിയ അത്ഭുതം വാഗ്ദാനം ചെയ്യുന്നു. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് പരിഹരിക്കപ്പെടാൻ പോകുന്നു. അതെങ്ങനെ സംഭവിക്കും എന്ന് നീ ആശ്ചര്യപ്പെടുന്നുണ്ടാകാം. എന്നാൽ എൻ്റെ വഴികൾ നിന്റെ വഴികളല്ല. അത്ഭുതകരമായ രീതിയിൽ കാര്യങ്ങൾ മാറിമറിയും. നീ ഇന്ന് കേൾക്കുന്ന ഒരു വാർത്ത നിന്നെ സന്തോഷിപ്പിക്കും. നീ നിന്റെ കണ്ണുകൾ കൊണ്ട് അത് കാണും. ഈ സന്ദേശം വെറുതെ കേട്ടുപോകരുത്. ഇത് നിനക്കുള്ളതാണ്. വിശ്വാസത്തോടെ ഇത് ഏറ്റെടുക്കുക. ആമേൻ എന്ന് പറഞ്ഞ് ഈ അനുഗ്രഹത്തെ നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ സങ്കടങ്ങൾ സന്തോഷമായി മാറാൻ പോകുന്നു. വിശുദ്ധമായ ജീവിതം നയിക്കാൻ നീ പരിശ്രമിക്കണം. നിന്റെ ശരീരവും മനസ്സും ദൈവത്തിൻ്റെ ആലയമാണ്. അതിനെ മലിനമാക്കാൻ സമ്മതിക്കരുത്. ഓരോ ദിവസവും പ്രാർത്ഥനയോടെ ആരംഭിക്കുക. നിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും എന്നെ ഉൾപ്പെടുത്തുക. ചെറിയ കാര്യങ്ങളിൽ പോലും എൻ്റെ വിവേകം തേടുക. ഞാൻ നിനക്ക് നല്ല ആലോചനകൾ നൽകും. നിന്റെ വഴിയിൽ വെളിച്ചമായി ഞാൻ മുൻപേ നടക്കും. ലോകത്തിൻ്റെ മോഹങ്ങളിൽ നീ കുടുങ്ങിപ്പോകരുത്. അവ താൽക്കാലികമാണ്. എന്നാൽ ഞാൻ നൽകുന്ന സന്തോഷം ശാശ്വതമാണ്. നിന്റെ ആത്മാവിൻ്റെ രക്ഷയാണ് ഏറ്റവും പ്രധാനം. നീ എപ്പോഴും എൻ്റെ അരികിലുണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുവോ അത്രത്തോളം വലിയ കാര്യങ്ങൾ ഞാൻ നിനക്കായി ചെയ്യും. നിന്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലെ ആഗ്രഹങ്ങൾ എനിക്കറിയാം.
നീ ആരോടും പറയാത്ത നിന്റെ രഹസ്യ സങ്കടങ്ങൾ ഞാൻ കേൾക്കുന്നു. നിന്നെ ഒരു നാളും ഞാൻ അനാഥനായി വിടില്ല. നിന്റെ തലയിലെ മുടിനാരുകൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. നിന്റെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും എനിക്ക് പ്രധാനമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നീ എന്നെ വിശ്വസിക്കുക. നിന്റെ ഭാരം എന്റെ ചുമലിലേക്ക് മാറ്റുക. ഞാൻ നിന്നെ വഴി നടത്തും. ഇന്ന് നീ ഒരു പുതിയ തീരുമാനമെടുക്കുക. നിന്റെ ജീവിതം എനിക്ക് സമർപ്പിക്കുക. നിന്റെ പഴയ ജീവിതം അവസാനിച്ചു. ഇതാ എല്ലാം പുതിയതായിരിക്കുന്നു. നീ ഒരു പുതിയ സൃഷ്ടിയാണ്. നിന്റെ ഭൂതകാലത്തിലെ തെറ്റുകൾ ഞാൻ ഓർക്കുന്നില്ല. അവയെല്ലാം ഞാൻ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞുകളഞ്ഞു. നീ ഇപ്പോൾ ശുദ്ധനാണ്. നിനക്ക് ലഭിച്ചിരിക്കുന്ന ഈ പുതിയ ജീവിതം എനിക്ക് വേണ്ടി ജീവിക്കുക. മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹം പങ്കുവയ്ക്കാനും നീ മുൻകൈയെടുക്കുക. നിന്റെ ജീവിതത്തിലൂടെ എന്റെ മഹത്വം വെളിപ്പെടട്ടെ. നീ ലോകത്തിന്റെ ഉപ്പും വെളിച്ചവുമാണ്. നിന്റെ പ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ. നിന്റെ ചുറ്റുമുള്ള ലോകം അശാന്തിയിലായിരിക്കാം. യുദ്ധങ്ങളും രോഗങ്ങളും ഭീതിയും എങ്ങും പടരുന്നുണ്ടാകാം. എന്നാൽ നീ എന്റെ ചിറകിൻ കീഴിൽ സുരക്ഷിതനാണ്. ലോകത്തിന് തരാൻ കഴിയാത്ത സമാധാനം ഞാൻ നിനക്ക് നൽകുന്നു. നിന്റെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും വേണ്ട. നിന്റെ ഭാവി എന്റെ കൈകളിലാണ്. നീ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടതില്ല. നിന്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ കൃത്യസമയത്ത് നൽകും. നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. നിന്നെ അനുഗ്രഹിക്കാനാണ് ഞാൻ വന്നത്. നിന്റെ ജീവിതം സമൃദ്ധമാകട്ടെ. നിന്റെ സന്തോഷം പൂർണ്ണമാകട്ടെ. ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. പ്രാർത്ഥന ഒരു വലിയ ആയുധമാണ്. അതുപയോഗിക്കാൻ നീ പഠിക്കണം. ഏത് സാഹചര്യത്തിലും പ്രാർത്ഥന കൈവിടരുത്. പ്രാർത്ഥനയിലൂടെ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കാം. നീ മുട്ടുകുത്തുമ്പോൾ സ്വർഗം നിനക്കായി ചലിക്കാൻ തുടങ്ങും. നിന്റെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. വിശ്വാസത്തോടെ ചോദിക്കുന്നതൊക്കെയും നിനക്ക് ലഭിക്കും. നീ ചോദിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഞാൻ നിനക്ക് നൽകും. നിന്റെ പ്രാർത്ഥന മുറി നിന്റെ ശക്തി കേന്ദ്രമാകട്ടെ. എന്നോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക. ഞാൻ നിന്റെ വാക്കുകൾ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. നീ എന്റെ ചങ്ങാതിയാണ്. നിന്നോട് രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ ധൈര്യമുള്ളവനായിരിക്കുക. ഈ ലോകത്തിൽ നിനക്ക് കഷ്ടതയുണ്ട്, എങ്കിലും ധൈര്യപ്പെടുക. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എന്റെ വിജയം നിന്റെ വിജയമാണ്. നീ ഒരു വിജയിയാണ്, പരാജിതനല്ല. നിന്റെ ജീവിതത്തിന്റെ ബാക്കി ഭാഗം അതിശയകരമായിരിക്കും. നീ ഒന്നിനും കുറവുള്ളവനാകില്ല. എന്റെ കൃപ നിനക്ക് മതിയാകും. നീ പോകുന്നിടത്തെല്ലാം എന്റെ അനുഗ്രഹം നിന്നെ പിന്തുടരും. ഈ സന്ദേശം നീ വീണ്ടും വീണ്ടും കേൾക്കുക. നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. നിന്റെ പ്രവൃത്തികളെ അനുഗ്രഹിക്കുന്നു. സമാധാനത്തോടെ പോവുക. ഞാൻ നിന്നോട് കൂടെയുണ്ട്. എനിക്കെല്ലാം യേശുവേ അങ്ങൊഴി